I respectfully invite His Beatitude Cardinal Mar George Allen Chiri to inaugurate our beloved Palakunnil Vellichan's 125th Jubilee celebration. നമ്മുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവേ, നമ്മുടെ ഏറ്റവും വിശിഷ്ട അതിഥി തൃശ്ശൂർ കൽതായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള അഭിമന്യ മാർ ഔഗീൻ തിരുമേനി, മാൻപുട്ട വികാരി ബിനോ മംഗലത്തച്ച, പകലോമറ്റം മഹാകുടുംബയോഗത്തിൻ്റെ ആചാര്യനായിട്ടുള്ള എൻ്റെ ഏറ്റവും ആദരവുള്ള ബഹുമാനപ്പെട്ട ജോസ് കോട്ടയിലച്ച, ജേസി, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയ മറ്റ് വിശിഷ്ട വ്യക്തികളെ, യുവാക്കളെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പിതാവിനെ സംബന്ധിച്ചിടത്തോളം പാലാക്കുന്നേൽ വല്യച്ഛൻ പല പ്രാവശ്യം തൻ്റെ ചിന്തകൾക്കും വായനകൾക്കും വിധേയനായിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും പിതാവ് നാളാഗമം പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടാവും. ഞാൻ നാളാഗമം ആദ്യമായിട്ട് വായിച്ചത് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് ഉള്ളിലാണ്. അതിനു മുമ്പ് നാളാഗമത്തിൻ്റെ ഒരു അവതാരിക നമ്മുടെ ചിരസ്മരണയ്ക്ക് പാത്രീഭൂതനായ അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവ് എഴുതിയതും ശ്രീ ഉലകന്നൻ മാപ്പിള സാർ എഴുതിയതും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നാളാഗമം ഒന്ന് വായിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരോട് ചോദിച്ചതിന് പ്രകാരം ഒരു പ്രതി കിട്ടി. ഞാനത് വായിച്ചു. വാസ്തവത്തിൽ പാലാക്കുന്നേൽ വല്യച്ഛൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന മത്തായി മറിയം കത്രാരുടെ യഥാർത്ഥ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞത് നാളാഗമം വായിച്ചപ്പോഴാണ്. ഈ പാലാക്കുന്നേൽ കുടുംബക്കാർക്ക് പോലും ഈ ബഹുമാനപ്പെട്ട വല്യച്ഛൻ്റെ വീരശൂര പരാക്രമിത്വം ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഞാൻ നിങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുകയല്ല. പാലാക്കുന്നേൽ കുടുംബത്തിൽ, പിന്നീട് പ്രത്യേകിച്ചും വട്ടമാക്കൽ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ധാരാളം വൈദികർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വിശാലമായ പാലാക്കുന്നേൽ കുടുംബത്തിൽ നിന്ന് ധാരാളം വൈദികർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു ശമാശൻ, നമ്മുടെ ബിജോയുടെ മകൻ ചെറിയാച്ചൻ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം റീജൻസിയിലാണ്. അപ്പോഴങ്ങനെ വൈദികർ അന്യം നിന്ന് പോയിട്ടില്ല എന്ന് വരികിലും വല്യച്ഛൻ്റേതുപോലെ വല്യച്ഛന് ശേഷം വന്ന വൈദികരെ പോലെയുള്ള ഒരു സാന്നിധ്യവും പ്രവർത്തനവും ഇപ്പോൾ പാലാക്കുന്നേൽ കുടുംബയോഗത്തിൽ നിന്ന്, പാലാക്കുന്നേൽ കുടുംബാംഗങ്ങളിൽ നിന്ന് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ടോണി മുരിയങ്കാവിങ്കലക്കലച്ചനൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും, ഞാനിവിടെ ഇരുന്നിട്ട് ഇതാ അത് മനസ്സിലാക്കാത്തതെന്ന്. ഏതായാലും അങ്ങനെയുള്ളവരുണ്ട്, ഞാനത് നിഷേധിക്കുകയല്ല. പക്ഷെ എന്ന് വരികിലും കൂടുതൽ വൈദികർ നമ്മുടെ ഈ കുടുംബയോഗത്തിൽ നിന്ന് വരണം, കൂടുതൽ സമർപ്പിതർ. നിങ്ങളുടെ സമർപ്പിതരിൽ വളരെ തനതായ ഒരു സാക്ഷ്യം കൊടുക്കുന്ന സിസ്റ്ററാണ് ജെസി. സാമൂഹിക സേവന രംഗത്ത് വളരെയേറെ വല്യച്ഛൻ ദളിതർക്ക് വേണ്ടി നിലകൊണ്ടതുപോലെ അശരണരായിട്ടുള്ള ആളുകൾക്ക്, ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് സിസ്റ്റർ ജെസി. അത് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അഭിമന്യ പിതാവ് സൂചിപ്പിച്ചു,
നിങ്ങൾ ഇതിൻ്റെ സമാപന ആഘോഷം ഏറെ മോടിയോടുകൂടി എന്ന് പറഞ്ഞാൽ പരിപാടികളോടുകൂടി നടത്തുന്നത്. അതേക്കുറിച്ചുള്ള കുറേ നിർദ്ദേശങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ പാലാക്കുന്നേൽ വല്യച്ഛൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉചിതമായ സ്ഥലത്ത് നിങ്ങൾ സ്ഥാപിക്കണം. നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ കുട്ടികൾക്കൊക്കെ മനസ്സിലാകണമെന്ന് വരികിൽ, വരും തലമുറയ്ക്ക് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു സ്മാരകമായി എഴുന്നേറ്റ് നിൽക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ ഉള്ളത്, ഇനി സമാപനാഘോഷം നടക്കുന്നതിന് മുമ്പോ അതിന് ശേഷമോ ദളിതരായിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു സമ്മേളനം, അവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള, അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളുകളുടെ സ്മരണകളോടുകൂടി അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് അതിവിടെ അനുസ്മരിച്ചു. നമ്മുടെ തേവറപറമ്പിൽ കുഞ്ഞച്ചൻ, ചവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, നമ്മുടെ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ, ഇങ്ങനെയുള്ള വൈദികർ, അതിനുശേഷവും അനേകം വൈദികർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോഴും പ്രവർത്തിക്കുന്ന വൈദികരുണ്ട്, അൽമായ പ്രമുഖരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കുടുംബ യോഗമോ അല്ലെങ്കിൽ കുടുംബ സമ്മേളനമോ പാലാക്കുത്തുവേൽ കുടുംബയോഗത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും സംഘടിപ്പിക്കുക, അവരെ അതിന് ശക്തിപ്പെടുത്തേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. മൂന്നാമതൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കേണ്ടതാണ്. അതായത് വല്യച്ഛനെ കുറിച്ചുള്ള പഠനങ്ങൾ, വല്യച്ഛൻ്റെ കാലത്തെ സഭാചരിത്ര പഠനം, അത് 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥമാണ്. വല്യച്ഛൻ്റെ ജീവിതകാലം 1831 മുതൽ 1900 വരെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലെ വലിയ പ്രതിഭകളാണ് നമ്മുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം റീതിയിൽപ്പെട്ട മെത്രാന്മാർക്ക് വേണ്ടി പടപൊരുതിയ അനേകരുടെയും ഒരു കാലഘട്ടമാണ്. 2 മെത്രാന്മാർ പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്ന് വന്നവരെ പേരിലുണ്ടായ ശീഷ്മവാദങ്ങൾ നമ്മളെ ഒത്തിരിയേറെ വേദനിപ്പിച്ച സംഭവങ്ങളാണ്. അതിനു മുമ്പായിട്ട് തന്നെ റോമാ സിംഹാസനം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി നമ്മളെ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കായുടെ കീഴിലാക്കിയിരുന്നു. അപ്പോൾ ഒരു റോക്കോസ് മെത്രാൻ വന്നു, ഒരു മേലൂസ് മെത്രാൻ വന്നു. റോക്കോസ് മെത്രാനെ നമ്മുടെ വല്യച്ഛൻ സ്വീകരിച്ചില്ല. വല്യച്ഛൻ അതിനെ വെച്ചിരുന്ന ഒരു പരിശോധന എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അപ്രൂവൽ ഉണ്ടോ, പാത്രിയാർക്കീസ് പരിശുദ്ധ സിംഹാസനത്തിൽ പറഞ്ഞാണോ അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത് എന്ന് ഉള്ള ഒരു പരിശോധനയിൽ അത് ഇല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം റോക്കോസ് മെത്രാനെ നിഷേധിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായിയായി മാറിയില്ല. എന്നാൽ മേലൂസ് മെത്രാൻ വന്നപ്പോൾ 7 വർഷം അദ്ദേഹം മേലൂസ് മെത്രാൻ്റെ അധികാരത്തിന് കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ 7 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഈ കൂത്രപ്പള്ളിയിലെ ആദ്യത്തെ പള്ളി അദ്ദേഹത്തിൻ്റെ കൽപ്പനയോടെ നമ്മുടെ വല്യച്ഛൻ വെഞ്ചരിക്കുന്നത്. അത് നാടകമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞും പിന്നീട് പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നു മേലൂസ് മെത്രാനും ആവശ്യകമായിട്ടുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഒരു അംഗീകാരം ഇല്ല എന്ന്. അതറിഞ്ഞപ്പോഴാണ് അദ്ദേഹം മേലൂസ് മെത്രാൻ്റേതായിട്ടുള്ള അധികാരത്തിൽ നിന്നും മാറുന്നത്. ഏതായാലും മേലൂസ് മെത്രാനെ നമ്മുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തന്നെയാണ് യാത്രയാക്കിയത് വിദേശത്തേക്ക് തിരിച്ച്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പോയി എന്ന് വരികിലും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ഒരു കുര്യാക്കോസ് കത്തനാരുമൊക്കെ പിന്നീട് ഒരു ചെറിയ സമൂഹത്തെ രൂപപ്പെടുത്താനായിട്ട് പാത്രിയാർക്കീസ് ബാബായോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന സഭയാണ്
നമ്മുടെ തൃശ്ശൂരിലെ കൽതായ സഭ, അതുകൊണ്ട് ആ സഭ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ആ സഭയുടെ മെത്രാപ്പോലീത്തായും ഒരർത്ഥത്തിൽ നമ്മുടെ ഒരു മെത്രാപ്പോലീത്തായ. കാരണം വിദേശ മിഷണറിമാരുടെ ആഗമനം ഇല്ലായിരുന്നു എന്ന് വരികിൽ ഈ നമ്മുടെ മാർ ഔഗീൻ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഒരു മെത്രാനായിട്ട് അറിയപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ പല വേദികളിലായിട്ട് മാറിയിരിക്കുക. ഒരു കാര്യം നാം ഓർമ്മിക്കണം, സഭയുടെ ചരിത്രത്തിലായാലും സമൂഹത്തിൻ്റെ ചരിത്രത്തിലായാലും ഉറച്ച നിലപാടുകളെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടേതായിട്ടുള്ള സംഭാവനകളിലാണ് സഭയും സമൂഹവും മുന്നോട്ട് പോകുന്നത്. തെറ്റുകളും അവയുടെ തിരുത്തലുകളും അവയെ സ്വീകരിക്കലും അവയെ സ്വീകരിക്കാതിരിക്കലും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അപ്രകാരം ഉറച്ച നിലപാടുകൾ എടുക്കുന്നവരുടെ നിലപാടുകൾ ചരിത്രത്തിൻ്റെ ഗതിയിൽ കൂടുതൽ അംഗീകരിക്കപ്പെട്ടു വരുമ്പോൾ അവർ വാസ്തവത്തിൽ ചരിത്രവിധാതാക്കളായി മാറുകയാണ്. അതിലൊരുവനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വല്യച്ഛൻ മത്തായി മറിയം കത്തനാർ. അച്ഛൻ്റെ ഈ പേര് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. നമ്മളാരും ഇപ്പം ചില രാജ്യങ്ങളിൽ സ്ത്രീകളുടെയും പേര് വെച്ചുകൊണ്ട് പുരുഷന്മാർ പേരെടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വല്യച്ഛൻ ഈ പേരെടുക്കാൻ കാരണം വരാപ്പുഴ വികാരി അപ്പസ്തോലിക്ക അദ്ദേഹത്തിന് പട്ടം കൊടുത്ത സന്ദർഭത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള മാതാവിനോടുള്ള ഭക്തിയുടെ ഭാഗമായിട്ട് തൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ വല്യച്ഛൻ തന്നെ കൂട്ടിച്ചേർത്താണ് മറിയം എന്നുള്ള പേര്. അങ്ങനെയാണ് മത്തായി മറിയം കത്തനാരെന്ന് അറിയപ്പെടുന്നത്. അന്ന് അച്ഛന്മാരെല്ലാം കത്തനാരന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ സഭയും സമൂഹവും പിന്നീട് അച്ഛന് വല്യച്ഛൻ എന്നുള്ള പേരിട്ടു. അതുപോലെ തന്നെ പാലാക്കുന്നേൽ കുടുംബത്തിൽ മറ്റു വൈദികരുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ അച്ഛന് വല്യച്ഛൻ എന്ന പേരിട്ടു. അച്ഛൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടേതായ 2 പാരമ്പര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെപ്പോഴും പകലോമറ്റം പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വല്യച്ഛൻ്റെ അമ്മയായിട്ടുള്ള മറിയം നിരണത്തു നിന്ന് വന്ന ഒരു മഹതിയായിരുന്നു. അങ്ങനെ നിരണം മാർത്തോമാ സമൂഹത്തിൻ്റെയും പകലോമറ്റം മാർത്തോമാ സമൂഹത്തിൻ്റെയും ഒരു സമ്മിശ്രം ഈ അച്ഛൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു അവബോധം സ്വന്തം റീത്തിൽപ്പെട്ട വൈദികരെ മെത്രാന്മാരെ ലഭിക്കുന്നതിനുള്ള തീവ്രമായ ആഗ്രഹമാണ് നമ്മുടെ വല്യച്ഛൻ്റെ ജീവിതത്തിലെ മുഖമുദ്ര. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ചെയ്തതെല്ലാം നമുക്കിന്ന് സ്വീകാര്യമായി തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ്റെ ഉന്നതമായ ആദർശങ്ങൾ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇവിടെ ഇരിക്കുന്നവരുടെ ഉദാഹരണമാരായിട്ടുള്ള ആളുകളെ വളരെയേറെ എതിർപ്പുകൾ സൃഷ്ടിച്ചിട്ട് പോലും ദളിതരുടെ ഇടയിൽ അദ്ദേഹം പ്രവർത്തിച്ച് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആദർശ വ്യക്തിത്വമായിട്ട് നമ്മൾ വല്യച്ഛനെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൻ്റെ ഗതിവിധികളിൽ തെറ്റും ശരിയുമൊക്കെ ഉണ്ടാകും എന്ന് വരികിലും ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ആളുകളുടെ നിലപാടുകൾക്ക് സാങ്കത്യമുണ്ടെന്ന് പിന്നീട് വരുന്ന തലമുറകൾ മനസ്സിലാക്കുമ്പോൾ അവരെല്ലാം അംഗീകരിക്കപ്പെടും. നിങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു 100 വർഷത്തോളം അധികമൊന്നും വല്യച്ഛനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. നിങ്ങൾ ഒരു നാളാഗമം പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് നമുക്കെല്ലാം ആദരണീയനായിട്ടുള്ള പി ജെ സുഭാഷൻ പുല്ലാങ്കുളം, അന്നത്തെ പ്രജാസഭ അസംബ്ലിയിലെയൊക്കെ അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബത്തിലെ ഏതാനും പേര് ചെയ്ത ഒരു പരിശ്രമമാണ്. അതിൻ്റെ പിന്നീടുള്ള പതിപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് കൂടുതലായിട്ട് ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ പഠിക്കേണ്ട ഒരു വിഷയമാണ്, അപഗ്രഥിക്കേണ്ട ഒരു പ്രമേയമാണ്. അതുപോലെ തന്നെ സഭാചരിത്രത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സഭാചരിത്രത്തിൽ ഈ നമ്മുടെ വല്യച്ഛന് ഉള്ള സ്ഥാനം എന്താണെന്ന് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. വല്യച്ഛൻ്റെ പ്രവർത്തന മേഖലയായിരുന്ന കൂത്രപ്പള്ളി, കൊരട്ടി, മണിമല, ഈ പ്രദേശങ്ങളെല്ലാം വാസ്തവത്തിൽ വളരെയേറെ ക്രൈസ്തവോചിതമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് വരുവാൻ ഈ വല്യച്ഛൻ്റേതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വലിയൊരു സ്വാധീനമുണ്ട്.
അദ്ദേഹം അതിനായിട്ട് ഇത്രമാത്രം യാത്ര ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിൽ, അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ചങ്ങനാശ്ശേരി കുമളിയുടെ ഈ വഴി ആദ്യമായിട്ടൊരു ചെറിയ രൂപമെടുത്തത്. കാളവണ്ടി പോകുന്ന വഴിയായിരുന്നു. ഈ വഴി കാളവണ്ടി പോകുന്ന വഴിയായി മാറിയിട്ട് ഏകദേശം 60-70 കൊല്ലം മറ്റും ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വഴികൾ ഉണ്ടാക്കുക, സമൂഹത്തിൻ്റെ പുരോഗതികൾ സൃഷ്ടിക്കുക എന്നൊക്കെയുള്ളത് അച്ഛൻ്റെ ഒരു ദൃഢവ്രതമായിരുന്നു. അച്ഛൻ വലിയൊരു വാഗ്മിയായിരുന്നു. നിധീരിക്കൽ മാണിക്കത്തനാരച്ഛൻ്റെ പുത്തൻ കുർബാനയ്ക്ക് വളരെ പ്രൗഢമായ ഒരു പ്രസംഗം നമ്മുടെ വലിയച്ഛൻ നടത്തിയതിനെ അന്നത്തെ വൈദികരെ പ്രശംസിച്ച വിവരം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്, വളരെ വിനയത്തോടു കൂടി. പിന്നെ അച്ഛനുണ്ടായിരുന്ന ഗുണം, അച്ഛൻ്റെ പ്രസംഗങ്ങൾക്കൊക്കെ മറ്റ് അന്നത്തെ വൈദികർക്ക് ലഭിക്കുന്നതിൽ കൂടുതൽ പടി കിട്ടുമായിരുന്നു. ഒരു പ്രസംഗത്തിന് 50 ചക്രം. ഈ 50 ചക്രം എന്ന് പറഞ്ഞാൽ നിങ്ങളോർക്കും ഒന്നുമില്ലെന്ന് അല്ല, ഇന്നത്തെ ഒരു 10,000 രൂപയ്ക്ക് അടുത്ത് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ അന്നത്തെ 10 രൂപ ഒക്കെ ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്ന, പണത്തിന് വേണ്ടി പ്രസംഗിച്ചെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അച്ഛൻ തന്നെ ചില പ്രസംഗങ്ങൾക്ക് കിട്ടിയത് ആ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇന്ന ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ട് പോകുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം പകരാവുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ പറയുക. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, ഒരാവശ്യം പറഞ്ഞാണ് വിളിച്ചത്. അദ്ദേഹം ഒരു പ്രത്യേകമായ പഠനം നടത്താൻ അതിനാവശ്യമായിട്ടുള്ള പണമില്ല. അങ്ങനെ ആ പണം തേടി നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സമീപിച്ച ഈ ലോട്ടറി ടിക്കറ്റ് പിടിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടു. അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ഇങ്ങനെ ഈ ലോട്ടറി ടിക്കറ്റൊക്കെ വിറ്റാൽ നോട്ടി നടന്നാൽ ഇങ്ങനെ പഠിക്കണ്ടേ എന്ന് ചോദിച്ചു. പഠിക്കാൻ കാശില്ല, ഞാൻ പഠിക്കുന്നുണ്ട്, അച്ഛൻ ഇന്ന് പനി പിടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ട് ഇന്നത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരന് വളരെയേറെ ഹൃദയ അനുതാപമുണ്ടായി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ടിക്കറ്റ് 100 രൂപ കൊടുത്ത് വാങ്ങി. അത് കഴിഞ്ഞ് അദ്ദേഹം പിറ്റേ ദിവസം, അതിൻ്റെ ലോട്ടറി അടിക്കുന്ന ദിവസമാണ്, അദ്ദേഹം പരതി നോക്കി ധനിക വല്ലതും കിട്ടുക. അദ്ദേഹത്തിന് 1000 രൂപ അടിച്ചിട്ടുണ്ട്. ഉടനടി ആ 1000 രൂപ പോയി വാങ്ങിച്ചിട്ട് അദ്ദേഹം അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് കൊടുത്തു. നോക്കുക, അപ്പോൾ ഞാൻ ഈ വല്യച്ഛൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കിട്ടിയ പടികളൊക്കെ അദ്ദേഹം വിതരണം ചെയ്തിരുന്ന ആ രീതികളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, നമുക്ക് എത്രയേറെ നമ്മുടെ പാവപ്പെട്ടവരോടുള്ള പ്രതിപത്തിയിൽ വളരേണ്ടിയിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ വല്യച്ഛൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആഴമായ പഠനം. അന്നത്തെ ഭാഷകളിലൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. നല്ല സംസ്കൃത പ്രയോഗങ്ങളും ചിലപ്പോഴൊക്കെ നമ്മുടെ നവാഗമത്തിലുണ്ട്. അതേസമയം അന്നത്തെ ഭാഷയുടെ ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ ഉലകന്നൻ മാപ്പിള സാർ അപഗ്രഥിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്നോ മറ്റു പണ്ഡിതന്മാരോ അതേക്കുറിച്ചുള്ള ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ പോലും സാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അത്. പാലാക്കുന്നേൽ വല്യച്ഛൻ്റെ കാലത്തെ മലയാള ഭാഷ എന്ന് പറഞ്ഞ് പ്രബന്ധം എഴുതാവുന്നതാണ് അപഗ്രഥിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ നമ്മുടെ വല്യച്ഛൻ്റെ പേരിൽ ഉണ്ടാകണം. പാലാക്കുന്നേൽക്കാർ എവിടെ ചെന്നാലും അറിയപ്പെടുന്ന കുടുംബമാണ്. എനിക്ക് തന്നെ നിങ്ങളിൽ ഒത്തിരി പേരുടെ പേരുകളും ഒക്കെ അറിയാം. എൻ്റെ തക്കലമിഷയിലെ പ്രവർത്തനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമൊക്കെ നിങ്ങളിൽപ്പെട്ടവർ ധാരാളം സംഭാവനകൾ തന്നിട്ടുണ്ട്. അതേക്കുറിച്ച് KS ജോസഫ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞുവല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും നിങ്ങളോട് വളരെയേറെ ബന്ധത്തിൽ കഴിയുന്നവരാണ്. ഒരു പാലാക്കുന്നേൽ ഔസേപ്പച്ചൻ എൻ്റെ ഫാദറിൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തോട് എൻ്റെ ഫാദർ പണം കടം വാങ്ങിക്കുമായിരുന്നു. തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും പണം കടം വാങ്ങിക്കുമായിരുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഔസേപ്പച്ചൻ എന്നെ കാണുമ്പോഴും എൻ്റെ ജ്യേഷ്ഠനെ കാണുമ്പോഴും വളരെ വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്. അദ്ദേഹം മരിച്ചുപോയി മക്കളെ കണ്ട്. അപ്പോഴങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ. ഈ ഔസേപ്പച്ചൻ്റെ മക്കളെ ആയിട്ടുള്ള മറ്റ് സഹോദരന്മാരെല്ലാവരും, ജോസഫ് പിന്നെ മാധച്ചൻ, ഇങ്ങനെയുള്ളവരെല്ലാവരും, ശൗര്യാച്ചൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെയേറെ നല്ല സ്മരണകൾ നമുക്ക് നൽകുന്ന ഈ വല്യച്ഛൻ
വളരെയേറെ തീഷ്ണത നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ വല്യച്ഛൻ, ഊത്രപ്പള്ളിക്ക് വളരെയേറെ സംഭാവനകൾ നൽകിയ ഈ വല്യച്ഛൻ നമുക്ക് എന്നും ഒരു മാതൃകയായിട്ട് നിൽക്കേണ്ടതാണ്. കത്തോലിക്കരായിട്ടുള്ള നമ്മൾ, ഞാനങ്ങനെ തർപ്പിച്ചൊന്നും ശീശ്മ എന്നുള്ള പദം ഉപയോഗിക്കാറില്ല. മേലൂസിൻ്റെത് ശീശ്മയാണെന്നും റോക്കോസിൻ്റെ ശീശ്മയാണെന്നും ഒക്കെയാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം അവരറിയാതെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കീഴിലായിരുന്ന നമ്മുടെ സഭയിൽ അംഗീകാരമില്ലാതെ വന്ന മെത്രാന്മാരോട് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ അംഗീകാരമുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചതെന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത്. ആ ഒരു ബോധ്യം ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അവർ പിന്മാറുകയും ചെയ്തു. അപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാലും അവരെല്ലാവരും യഥാർത്ഥത്തിൽ ഉത്തമ കത്തോലിക്കരായിരുന്നു. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നാം ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കും. ചരിത്രത്തെ പഠിക്കേണ്ടത് അങ്ങനെയാണ്. മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വല്യച്ഛൻ സഭകളുടെ ഐക്യത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന വ്യക്തിയാണ് അന്നത്തെ കാലത്ത്. യാക്കോബാക്കായെന്നും പുത്തൻകൂറ്റുകാരെന്നൊക്കെ പറഞ്ഞ് കത്തോലിക്ക മാറ്റി നിർത്തിയിരുന്നവരുടെ ഇടയിലെ പള്ളികളിൽ പോയി, കുണ്ടറയിൽ പോയി ഒരു പ്രസംഗം നടത്തിയതെന്ന് ആളാഗമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുണ്ടറയിൽ പോയി യാക്കോബായക്കാരോട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അന്നത്തെ കാലത്തെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇന്ന് നമ്മൾ എക്യുമെനിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഓരോ ആവിർഭാവം അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്ര ഉന്നതനായ ഒരു വ്യക്തിയെ നമ്മുടെ ഈ കുടുംബത്തിന് മാത്രമല്ല മറ്റെല്ലാ കുടുംബങ്ങൾക്കും വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ വല്യച്ഛൻ്റെ ജീവിതം നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അപഗ്രഥിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്തെ സഭാചരിത്രവും കേരള ചരിത്രവുമൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഇന്ന് ഞാൻ മനോരമയെ വായിച്ചപ്പോൾ ഒരു കാര്യം അറിഞ്ഞു. ഈ കപ്പത്തണ്ട് അന്നത്തെ ദളവ നമ്മുടെ വല്യച്ഛന് കൊടുത്തതാണെന്നും അദ്ദേഹം ആ കപ്പത്തണ്ട് കൊണ്ടുവന്ന് കൂത്രപ്പള്ളി നട്ടെന്നും ഈ കൂത്രപ്പള്ളിയിൽ നിന്നാണത്രേ കപ്പ ഈ പ്രദേശത്തെല്ലാം വ്യാപിച്ചതും ഒരുപക്ഷെ കേരളത്തിലേക്കും പോയതെന്നൊക്കെ പറയുകയാണ് ആ ലേഖനത്തിൽ. പിന്നെ സ്വന്തക്കാരെഴുതുമ്പോൾ ചില അതിശയോക്തികളൊക്കെ ഉണ്ടാകും. ഏതായാലും ദളവ കപ്പത്തണ്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ജയിലിൽ പോയി അന്നത്തെ കാലത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇന്നൊരു മെത്രാൻ ജയിലിൽ പോയാലോ പാപ്പ ജയിലിൽ പോയാലോ വലിയ വാർത്തയാണ്. പക്ഷേ നമ്മുടെ വല്യച്ഛൻ 1870-കളിൽ 80-കളിൽ എവിടെയോ പോയി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അന്ന് പത്രമില്ലാഞ്ഞുകൊണ്ട് അതാരും എഴുതി കാണുകയാണ്. അതുപോലെ ധീരമായ പ്രവർത്തനങ്ങൾ നടത്തി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. വേറെയും ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നു. നമുക്ക് തെളിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളെന്നെ ക്ഷണിച്ചതിന് എനിക്ക് നന്ദി ഉണ്ട്. കാരണം ഇതുപോലുള്ള വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്തയിൽ കൊണ്ടുവന്ന് നമ്മുടെ എക്യുമെനിസപരമായ ചിന്തകൾ വികസിപ്പിച്ച് ഔഗീൻ തിരുമേനിയെ വിളിച്ചത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നിങ്ങളുടെ ഔഗീൻ തിരുമേനിയുടെ വരവിന് ഞാൻ പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ഈ വക ചിന്തകളിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാലാക്കുന്ന കുടുംബയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ. 4 കുടുംബങ്ങൾ കുറമലങ്ങാട് ഉള്ളതിൽ നിന്നാണ് പകലോമറ്റം, ശങ്കരപുരി, കള്ളിയിൽ കാവികാവ് ഈ 4 കുടുംബങ്ങളിൽ നിന്നാണ് ഈ പകലോമറ്റത്തിൽ നിന്ന് പാലാക്കുന്നന്മാരുണ്ടായിരുന്നത്. ശങ്കരപുരിയിൽ നിന്ന് കണ്ണന്തറ ഒരു കുടുംബം ഉണ്ടാകുന്നതിനെ പറ്റി ഒരു കുടുംബയോഗത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ നിരണം നിന്ന് വന്നവരാണ് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള ഭൂരിഭാഗം കത്തോലിക്കരും. നിലയ്ക്കലിൽ നിന്ന് വന്നവരാണ് ആരംഭത്തിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഏരിയയിലുള്ള കത്തോലിക്കര്. ഇങ്ങനെയുള്ള ആ പൗരാണിക പാരമ്പര്യങ്ങളെല്ലാം നമ്മൾ ഉണർത്തുമ്പോൾ വീമ്പടിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ഈ വിശ്വാസത്തിൻ്റെ ആഴം ഇത് നമുക്ക് ലഭിച്ചത് അനേകരുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും വിലയാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകളോടുകൂടി ഈ പാലാക്കുന്നേൽ കുടുംബയോഗത്തിൻ്റെ 122ാമത് വാർഷികവും അതുപോലെ തന്നെ 22ാമത്തെ വാർഷികവും അതുപോലെ തന്നെ വല്യച്ഛൻ്റെ 120ാമത് ശതോത്തര രജത ജൂബിലിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതി.